ആണ്ടിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് മഹാന്മാരായ മരിച്ച ആളുകളുടെ ആ മക്കാമിൽ നിന്ന് കിട്ടുന്ന അവരിൽ നിന്ന് ആ മദത് മഅൂനത്ത് കൂടും. അപ്പോൾ പ്രത്യേകം സിയാറത്തിന് പ്രാധാന്യമുണ്ട്, അതും സ്ഥിരപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായി ഖുർആൻ പാരായണം, തവസ്സുൽ, ഇസ്തിഗാസ, തബറുക്ക്, അതുപോലെ അന്നദാനം, അതുപോലുള്ള ഇസ്ലാമിക പ്രഭാഷണ പരിപാടി, ഇതൊക്കെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതല്ലാതെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തന്റെ അംഗീകാരത്തോടെയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ചില അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആ കാലഘട്ടത്തിൽ 1951 സമസ്തയുടെ 20ാം വടകര ചേർന്ന വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത അംഗീകരിച്ച പ്രമേയമാണിത്. മഹാന്മാരുടെ മക്കാമുകളോടനുബന്ധിച്ച് നടന്നു വരുന്ന നേർച്ചകളിലും മറ്റും ഇന്ന് കണ്ടുവരുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്യേണ്ടതും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടതുമാണെന്ന് ഈ യോഗം തീരുമാനിച്ചു, ആഹ്വാനം ചെയ്യുന്നു എന്ന് അന്ന് പ്രമേയം അംഗീകരിച്ചതാണ്. അതിനകത്തുള്ളത് കുറേ ബോധവൽക്കരണം നടത്തി. ഒരുപാട് സ്ഥലത്ത് മാറ്റം വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് മലപ്പുറം നീർച്ച. മലപ്പുറം നീർച്ച അല്ലല്ലോ, ആ പറഞ്ഞ രൂപത്തിൽ പരിഷ്കരിച്ചു, നന്നായി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി. ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്താൻ അതൊരു ബിസിനസ്സായി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അത് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. പട്ടാമ്പി നീർച്ച നടത്തുന്ന പട്ടാമ്പി നീർച്ച ഫേമസ് ആണ്. പട്ടാമ്പി നീർച്ച 71 ആണ്ട് നീർച്ചയാണെങ്കിൽ 71 ആന വേണം. 72 ആണ്ട് നീർച്ച എത്ര വേണം? 72 ആന വേണം. ഒരു കൊല്ലം പട്ടാമ്പി നീർച്ച മുടങ്ങി. അന്ന് എന്താ വെച്ചാൽ ആനപ്പാപ്പാന്മാരെ സമരേനും നീർച്ച നടത്തില്ല. കാരണം നീർച്ചന്റെ ആന എണ്ണത്തിന് കിട്ടാൻ ഇല്ലല്ലോ. ആ നീർച്ച കമ്മിറ്റി ചെയർമാൻ ആരാ? ശരിക്കും ആ നീർച്ച കമ്മിറ്റി മാത്രം നമുക്ക് മറുപടി പറഞ്ഞാൽ മതി. ആ പട്ടാമ്പി പള്ളിയിൽ കുറേ കാലം മുദരിസും ഖാദിയായത് സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറ അംഗമായ CKM സാദിഖ് മുസ്ലിയാരാണ്. അള്ളാഹു അവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂപ്പരോട് ഞാൻ ചോദിച്ചു, മൂപ്പരാടെ നിൽക്കുന്ന കാലത്ത്, ഉസ്താദേ എന്താ നിങ്ങൾ പറഞ്ഞ? മൂപ്പരോട് എന്ത് പറയാ? നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ നീർച്ച നടക്കുമ്പോൾ നമുക്കത് മോശം തന്നെയാണ്. നിങ്ങളെല്ലാം ഇവിടുത്തെ ഖാദി, നിങ്ങൾക്ക് എന്തായാലും ഇടപെടാൻ കഴിയില്ല ചോദിച്ചു. ആ മൂപ്പര് ഹമീദ എന്തെങ്കിലും അറിയാതെ പറയരുത്, എനിക്ക് കാര്യം എന്താ ചോദിച്ചു. എന്താ ഉസ്താദേ പറയാനുള്ളത് ചോദിച്ചു. ആ മൂപ്പര് പറഞ്ഞു, പട്ടാമ്പി പള്ളി കമ്മിറ്റിക്കാർ എൻ്റെ അടുത്ത് ഇവിടെ മുദരിസും ഖാദിയായി സ്ഥാനം ഏറ്റെടുക്കാൻ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ നാട്ടിൽ പരിപാടി ശരിയാവില്ല. ഞാൻ സമസ്തൻ്റെ പ്രവർത്തകനാണ്. നിങ്ങളെ നാട്ടിൽ നടക്കുന്ന നീർച്ച നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കൂല. ഞാനവിടെ വന്നാൽ എതിർക്കും. അതിനെൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാറുണ്ട്. അപ്പോൾ അവരുടെ ഉസ്താദെ 100 വട്ടം സമ്മതം, ഞങ്ങളൊന്നും അതിന് സപ്പോർട്ടല്ല, അതൊക്കെ നടത്തുന്ന ടീം വേറെയാണ്. ഉസ്താദ് ധൈര്യമായിട്ട് വന്നുകൊള്ളിയായിരുന്നു. അങ്ങനെ ഏറ്റെടുത്തു. ഫസ്റ്റ് നീർച്ച സീസൺ വന്നു. മൂപ്പര് ജുമാന്റെ മുമ്പ് പറഞ്ഞു, ഇന്ന് ജുമാന്റെ ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാണ്ട്, അതുകൊണ്ട് എല്ലാവരും അത് കേട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. മൂപ്പര് ജുമാന്റെ ശേഷം എന്താണ് ഇസ്ലാമിലെ നീർച്ച, മഹാന്മാരെ പദവി, നീർച്ചന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് സുന്നത്തമാത ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇതിനപ്പുറമുള്ള നീർച്ച ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഞാനാണ് ഇവിടുത്തെ ഖാദി, ഞാൻ ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റൂലായിരുന്നു. അങ്ങനെ നീർച്ച കഴിഞ്ഞ ആൾക്കാർ, നിസ്കാരം ജുമാ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയി പ്രസംഗം കഴിഞ്ഞിട്ട് തമ്മിൽ മുറുമുറുപ്പ് തുടങ്ങി. ഓരോ ആൾക്കാർ ആനമയിലൊട്ടകത്തിന് ഇവിടെ കുറച്ച് വാടക കൊടുത്തിട്ട് അപ്പുറത്ത് ഹോട്ടലിലാണ്, അവിടെ മരണക്കിണർ ഉണ്ടാക്കാൻ, ഇവിടെ സർക്കസ് ഉണ്ടാക്കാൻ, ഓരോ ആൾക്കാർക്കും വാടക. നല്ലൊരു വരുമാനമാണിത്. ഒക്കെ മുടങ്ങുമല്ലോ എന്നൊരു ആശങ്ക. പക്ഷേ ഈ വരുമാനം നമ്മളെപ്പോലെ ആർക്കും കിട്ടുന്നുണ്ട്? ഹിന്ദുക്കും കിട്ടുന്നുണ്ട്. അതിൽ ഹിന്ദുക്കൾപ്പെട്ട ഒരാൾ കോടതി പോയിട്ട് പറഞ്ഞു, പട്ടാമ്പി നീർച്ച ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ അത് മുസ്ലിമീങ്ങൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കോടതി മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തിക്കോളി പറഞ്ഞു. സാദിഖലി പറഞ്ഞു, ഹിന്ദുക്കൾ നടത്തി നമുക്ക് ഒരു വിരോധം അല്ലെങ്കിൽ ആ ഭാരത പുഴയിൽ പോയി നടത്തിക്കോളി, മക്കാവിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടായിരുന്നു. ഇപ്പോൾ പട്ടാമ്പത്തെ ആ റോട്ടുമിലും ഭാരതപ്പുഴ നല്ല ഉണങ്ങിയ മണൽത്തീരേക്കാർ അവിടെ നടത്തുന്ന ഹിന്ദുക്കൾ അതിൻ്റെ മുന്നിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നീർച്ച കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയരാജവർമ്മ സുന്യ. പക്ഷെ എന്നാലും പറയും നീർച്ച അനാചാരങ്ങളതല്ലേ അറിയാം, വെറുതെ പറയണവര്, നമുക്കായിട്ടും ബന്ധമല്ല. ഹലോ 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 ആ ഹലോ ആ ആരാണ്? എൻ്റെ പേര് മുഹമ്മദ്. ആ ഇത് ചന്ദനക്കുടം നേർച്ചയുടെ സംഘാടകരാണോ? അതെ അതെ. ആ അത് നേരത്തെ കഴിഞ്ഞു തോന്നല്ലേ നിങ്ങളെ? നേരത്തെ കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി ആയിരുന്നു. ആ ശരി, അതിന്റെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു. ഇതിന് ശരിക്കും സംഘാടകരാരാണ്? ഞങ്ങളെ ചരക്കര യൂണിയൻകാര്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഉണ്ണീഷൻ. അത് ശരി. ഇതില് വേറെ ഒരു രഘുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ സംഘാടകൻ? ആ ഉണ്ട്. അത് ശരി. ആഹാ. അവിടെ അല്ലാതെ ഒരു സുന്നി സംഘടനയുടെ കീഴിൽ അല്ലല്ലേ?
പിന്നെ ഈ സംഘടനകൾക്ക് പരിപാടി ഇല്ലല്ലേ? അല്ല ഇത് യൂണിയൻ നടത്തുന്നതാണ്. കടി റോഡ് ചന്ദനക്കൂടം നടത്തുന്നത്. ഹലോ. ആ ശരി. അതെ അതെ, നിങ്ങളിത് കുറെ നേരം എന്താ കാര്യം? അല്ല ഇത് അതിന്റെ സംഘാടകരാരാന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ. അല്ല സത്യാവശ്യം ഇപ്പൊ കൊറേ ഇന്നലെ വിളിച്ചു, ഇന്ന് വിളിച്ചു, ഇപ്പൊ അത് സത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കണം, ഓരോരുത്തരത്ത് വിളിച്ചു ചോദിക്കണോ? അല്ല വേറെ ആരും വിളിച്ചിരുന്നോ? ആ ഇത് ഗൾഫിൽ നിന്ന് എനിക്ക് വാട്സാപ്പിൽ ഈ നമ്പർ. ആ അപ്പൊ ഞാൻ അതിന്റെ സംഘാടകരെ അതില് പിന്നെ വലിയ പരിപാടിയാണ്, ആനയും ഇതൊക്കെ കണ്ടു. അപ്പൊ ആരാണ് ഇതിന്റെ സംഘാടകരെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരുന്നു. ആ ഞങ്ങള് ചേലക്കരയെന്ന് വിളിക്കണ, ചേലക്കരയെന്ന് യൂണിയൻ നടത്തുന്നത്. ചേട്ടന്റെ പേര് എന്താ പറഞ്ഞത്? എന്റെ പേര് ബാബു എന്നാ. അതെ, നിങ്ങൾ എന്തെങ്കിലും സംഭാവന തരാനാണോ? സമ്മാനോ? സംഭാവനേ നമ്മളിപ്പോ ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതിന് എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാനാണോ? ഞാൻ മൊത്തം ഇത് എല്ലാ വർഷവും നടത്തുന്നതാണോ? ആ എല്ലാ വർഷവും നടത്തുന്നുണ്ട്.